ചോസ് ഇംഗ്ലീഷ് ടിപ്സ്. എല്ലാ PSC ഉദ്യോഗാർത്ഥികൾക്കും ലെറ്റ് ചോസ് ഇംഗ്ലീഷ് ടിപ്സിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ ക്ലാസ്സിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്ന ഇഡിയംസ് ആണ്. നമുക്കറിയാം നമ്മുടെ വരുന്ന എല്ലാ PSC എക്സാമിനേഷനും നമുക്ക് ഇഡിയംസ് കിട്ടാറുണ്ട്. ഇഡിയംസിന് 1 മാർക്ക് നമുക്ക് കിട്ടാറുണ്ട് അല്ലേ? അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന SCERT 10th സ്റ്റാൻഡേർഡിലെ കുട്ടികളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ഇഡിയംസ് ആണ്. നമുക്ക് വലിച്ചു നീട്ടേണ്ട കാര്യമൊന്നുമില്ല, കാര്യം മാത്രം മനസ്സിലാക്കി പോയാൽ മതി അല്ലേ? അപ്പോൾ ഫസ്റ്റ് ഞാനൊരു സെന്റൻസ് എഴുതിയിട്ടുണ്ട്, അത് വായിക്കുക. The principal muttered something I couldn't understand under his breath and walked over to the window. ഇവിടെ ഞാൻ under his breath എന്നുള്ളത് ജസ്റ്റ് ഒന്ന് അണ്ടർലൈൻ ചെയ്ത് അല്ലെങ്കിൽ അതിനെ ഒരു ബോക്സിലാക്കിയിട്ടുണ്ട് അല്ലേ? അണ്ടർ ഹിസ് ബ്രെത്ത് എന്ന് പറയുന്നത് ഒരു ഇഡിയമാണ്. ഇഡിയം എന്താണെന്ന് നിങ്ങൾക്കറിയാം, ശൈലി എന്ന് നമ്മൾ മലയാളത്തിൽ വിളിക്കും. അതായത് ഭാഷയിൽ പല ശൈലികൾ കാണും. നമ്മുടെ മലയാള ഭാഷ എടുത്താലും നമുക്ക് ശൈലികളുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ എന്തുണ്ട്, ഏത് ഭാഷയിലും ഓരോ ശൈലികൾ കാണും. അപ്പോൾ ഈ ശൈലികളൊക്കെയാണ് ഭാഷയ്ക്ക് ഭംഗി കൂട്ടുന്നതും അതുപോലെ തന്നെ നമ്മൾ പ്രയോഗിക്കുമ്പോൾ ഡയറക്റ്റായിട്ട് പ്രയോഗിക്കേണ്ട ചില കാര്യങ്ങൾ നമ്മൾ ശൈലി ഉപയോഗിച്ച് പ്രയോഗിക്കുമ്പോൾ അത് ഭാഷയ്ക്ക് വളരെ ഒരു ഭംഗി കൂട്ടുകയാണ് ചെയ്യുന്നത് അല്ലേ? അപ്പോൾ നോക്കി, അണ്ടർ ഹിസ് ബ്രെത്ത് എന്ന് പറയുന്നത് എന്താണ്? അതൊരു ഇഡിയമാണ്. അപ്പോൾ നിങ്ങൾ ബുക്ക് എടുത്തിട്ട് ഇഡിയം എന്ന ഹെഡിങ് കൊടുത്തിട്ട് ഇങ്ങനെ എഴുതിയിടുക, അണ്ടർ ഹിസ് ബ്രെത്ത്. അതിന് നേരെ അതിൻ്റെ മീനിങ് മാത്രം എഴുതി പോയാൽ മതി. അണ്ടർ ഹിസ് ബ്രെത്ത് എന്ന് പറഞ്ഞാൽ സ്പീക്കിംഗ് വെരി സോഫ്റ്റ്ലി. ഓക്കെ, സ്പീക്കിംഗ് വെരി സോഫ്റ്റ്ലി, സ്പീക്കിംഗ് വെരി സോഫ്റ്റ്ലി ഓർ ഇൻ എ ലോ വോയിസ്. വളരെ സൗമ്യമായിട്ട് ശബ്ദം താഴ്ത്തിയൊക്കെ സംസാരിക്കുന്നതിന് നമുക്ക് എന്ത് വിളിക്കാം? അണ്ടർ ഹിസ് ബ്രെത്ത്. സി, ദ പ്രിൻസിപ്പൽ മട്ടേർഡ് സംതിങ് ഐ കുഡൻറ്റ് അണ്ടർസ്റ്റാൻഡ് അണ്ടർ ഹിസ് ബ്രെത്ത്. ദാറ്റ് മീൻസ് ഐ കുഡൻറ്റ് അണ്ടർസ്റ്റാൻഡ് ബിക്കോസ് he or she speaks very softly അല്ലേ? സോ വളരെ സൗമ്യമായിട്ട് ശബ്ദമൊക്കെ താത്തി സംസാരിക്കുമ്പോൾ എന്തായി? അണ്ടർ ഹിസ് ബ്രെത്ത്. അപ്പോൾ നോട്ട് ചെയ്യുക, അണ്ടർ ഹിസ് ബ്രെത്ത് മീൻസ് സ്പീക്കിംഗ് വെരി സോഫ്റ്റ്ലി ഓർ ഇൻ എ ലോ വോയിസ്. ഓക്കെ, ഇത് കുട്ടികളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള സെയിം സെന്റൻസ് ആണ് കേട്ടോ. നെക്സ്റ്റ് സെന്റൻസ്, ഹിസ് ഫേസ് ലുക്ക്ഡ് ആസ് ഹാപ്പി ആൻഡ് ഇന്നസെന്റ് ആസ് എ ബേബീസ് ബട്ട് ഐ ന്യൂ ബെറ്റർ. His face looked as happy and innocent as a baby's, but I knew better. Knew better, another idiom. Okay, knew better. Knew better means to be wise enough to recognize something as wrong or not possible. That is the meaning of the idiom knew better. ഞാൻ എഴുതിയിരിക്കാം, നോക്കൂ. To be wise enough to recognize something, to be wise enough to recognize something as wrong or not possible. This is the meaning of the idiom knew better. സോ നിങ്ങൾ ന്യൂ ബെറ്റർ എവിടെയെങ്കിലും കാണുമ്പോൾ മനസ്സിലാക്കുക അതൊരു ഇഡിയം ആണെന്നുള്ളത്. ഓക്കെ, ഇനി അടുത്ത സെന്റൻസ് നോക്കാം. പ്ലീസ് ലിസൺ ദീസ് സെന്റൻസസ്. ദ ആക്ടർ കട്ട് എ സോറി ഫിഗർ. ദ ആക്ടർ കട്ട് എ സോറി ഫിഗർ. ഹിയർ യു ക്യാൻ സീ ഇഡിയം കട്ട് എ സോറി ഫിഗർ. Cut a sorry figure means the actor cut a sorry figure means the actor to make a poor impression. The actor made a poor impression. Okay, cut a sorry figure means to make a poor impression. So please write to make a poor impression. To make a poor impression. That is cut a sorry figure. The next idiom, the subject is Greek and Latin to me. The subject is Greek and Latin to me. അല്ലേ? ഇതിൽ നിന്ന് തന്നെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും, ദ ഗ്രീക്ക് ആൻഡ് ലാറ്റിൻ ഈ രണ്ട് ഭാഷകളും നമുക്ക് എന്താണ്? സ്ട്രെയിഞ്ച് ആണ്. ഇത്രയും നമ്മൾ ചിന്തിച്ചാൽ മതി. നമ്മളുടെ കേസ് എടുക്കുവാണെങ്കിൽ അല്ലേ, ആസ് മലയാളി എന്ന നിലയിൽ നമുക്ക് എന്താണ്? ഈ രണ്ട് ഭാഷയും സ്ട്രെയിഞ്ച് ആണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് പഠിക്കാം. ദ സബ്ജക്റ്റ് ഈസ് ഗ്രീക്ക് ആൻഡ് ലാറ്റിൻ ടു മീ മീൻസ് ദ സബ്ജക്റ്റ് ഈസ് strange to me or it is new to me. Okay, Greek and Latin means new or strange. The next, I am at my wit's end on how to make some money. I am at my wit's end. I am at my wit's end. At my wit's end idiom, I am at my wit's on how to make some money.
I am puzzled on how to make money. At my wits end means puzzled. At my wits end means puzzled. Okay. Then next, when a crisis comes, you must rise to the occasion. When a crisis comes, you must rise to the occasion. See the idiom, rise to the occasion. Rise to the occasion. Perform one's roles well. See, perform one's roles well. That is the meaning, rise to the occasion. അല്ലേ, അവസരത്തിനൊത്ത് പെരുമാറുക എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്, നമ്മൾ നമ്മുടെ റോള് വളരെ ഭംഗിയായിട്ട് നിർവഹിക്കുക. അപ്പോൾ ഇതിൻ്റെയൊക്കെ മീനിങ് നോക്കിയേ. കട്ട് എ സോറി ഫിഗർ, ഇഡിയം മീൻസ് ടു മേക്ക് എ പുവർ ഇംപ്രഷൻ. Greek and Latin, strange or new. At my wits end, puzzled. Then rise to the occasion means perform one's roles well. അപ്പോൾ ഇതെല്ലാം ബുക്കിലേക്ക് എഴുതിയെടുക്കണം കേട്ടോ. നെക്സ്റ്റ്, the prices are rising by leaps and bounds. By leaps and bounds. See, another idiom, by leaps and bounds. The prices are rising rapidly. Leaps and bounds means rapidly. Okay, rapidly. ഇപ്പോൾ നോട്ട്ബുക്കിലേക്ക് എഴുതിക്കോ. Leaps and bounds means rapidly. RAPIDLY. Next, at the 11th hour he decided to apply for the post. At the 11th hour he decided to apply for the post. At the 11th hour. You know, ഇത് നമ്മളോട് ഒരുപാട് ടൈമിൽ PSC ചോദിച്ചിട്ടുള്ളതാണ് അല്ലേ. At the 11th hour. At the 11th hour means at the last moment. At the last moment. Okay, at the last moment. See, at the last moment he decided to apply for the post. Next, if you work by fits and starts, you won't succeed. If you work by fits and starts, you won't succeed. By fits and starts means unsteadily. Okay, unsteadily. See, if you work unsteadily, you won't succeed. The next, I will stand by you through thick and thin. I will stand by you through thick and thin. Thick and thin means during good and bad times. During good and bad times. Okay, നല്ല കാലത്തിലും ചീത്ത കാലത്തിലും. See, I will stand by you through thick and thin means during good and bad times. Again, leaps and bounds means rapidly. Then at the 11th hour means at the last moment. Fits and starts means unsteadily. Thick and thin means during good and bad times. See, we can argue on the issue till the cows come home. Till the cows come home. That is the idiom. Till the cows come home. Till the cows come home means for a long time. Okay, for a long time. For a long time. That is till the cows come home. We can argue on the issue for a long time. Next, oh, it is raining cats and dogs. It is raining cats and dogs. Please മിക്കവാറും ചോദിക്കാറുള്ളതാണ്. It is raining cats and dogs means it is raining heavily. Raining cats and dogs means raining heavily. Raining heavily. Raining heavily. Okay. ഇത് നമ്മൾ മലയാളത്തിൽ സാധാരണ പറയാറുണ്ട്, ശക്തമായിട്ട് മഴ പെയ്യുമ്പോൾ ദുഃഖറാന ദിവസം അല്ലെങ്കിൽ തോറാന എന്ന് നാട്ടുമ്പുറത്ത് പറയും. തോറാനയ്ക്ക് ആറാന ഒഴുകും എന്ന് ഞങ്ങളുടെ നാട്ടിലൊരു ചൊല്ലുണ്ട്. ഓക്കെ, അപ്പോൾ അത്രത്തോളം ശക്തമായിട്ട് മഴയായിരിക്കുന്നതാണ്. തോറാനയ്ക്ക് ആറാന ഒഴുകും എന്ന് പറയുന്ന പോലെ തന്നെയാണിത്. ഇറ്റ് ഈസ് റെയിനിങ് കാറ്റ്സ് ആൻഡ് ഡോഗ്സ് മീൻസ് റെയിനിങ് ഹെവിലി. Next, Radhika was tickled pink by the good news. Radhika was tickled pink by the good news. Tickled pink, another idiom. Tickled pink means very happy, or pleased with, very happy. Radhika was pleased with by the good news or very happy. ഇപ്പം ടിക്കിൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്, ഇക്ലിയാണ്. ഇക്ലി എടുക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യാറ്, ചിരിക്കുവാണ് ചെയ്യുന്നത് അല്ലെ, സന്തോഷം പോലെയാണ് ഫീൽ ചെയ്യാറുള്ളത്. അപ്പൊ ടിക്കിൾഡ് പിങ്ക് മീൻസ് വെരി ഹാപ്പി. സി നെക്സ്റ്റ്, the dress cost an arm and a leg. The dress cost an arm and a leg. An arm and a leg means very expensive. ഇതും പലതവണ PSC ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ. വെരി എക്സ്പെൻസീവ്,
very expensive. An arm and a leg, very expensive. Next, we all are in the same boat. We all are in the same boat. All are in the same boat. In the same boat means in a similar situation. Okay, in the same situation or similar situation. Okay, similar situation. Then next, I will clean the toilet when pigs fly. I will clean the toilet when pigs fly. പന്നികൾ പറക്കാറുണ്ടോ ഇല്ലയോ എന്ന് നമുക്കറിയാം അല്ലേ? പന്നികൾ പറക്കാറുണ്ടോ ഇല്ലയോ എന്ന് പറഞ്ഞാൽ ഇല്ല, ഒരു കാലത്തും പറക്കാനും പോകുന്നില്ല എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരിക്കലും നടക്കാത്ത ഒരു കാര്യം. അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? when pigs fly. Something that will never happen. Okay, something that will, കാണാമോ നിങ്ങൾക്ക് ഇവിടെ എഴുതിയാൽ? that will never happen. Something that will never happen. അപ്പോൾ നമുക്ക് ഒന്നും കൂടി നോക്കാം. See, till the cows come home means for a long time. Okay, for a long time. It is raining cats and dogs means raining heavily. Tickled pink means very happy. Then an arm and a leg means very expensive. In the same boat means similar situation. When pigs fly means something that will never happen. അപ്പോൾ നമ്മൾ ഈ പുസ്തകങ്ങൾ, അതായത് ഈ കുട്ടികളുടെ പുസ്തകത്തിലൂടെ നമ്മൾ പഠിച്ചത് 16 ഇഡിയംസ് ആണ്. ഇപ്പോൾ പി എസ് സിയുടെ ഒരു ട്രെൻഡ് അനുസരിച്ച് നമുക്കറിയാം നല്ലതുപോലെ പുസ്തകങ്ങൾ ചോദിക്കാറുണ്ട്. അപ്പം നമുക്കിത് വൊക്കാബുലറി പാർട്ടിൽ പ്രതീക്ഷിക്കാം ഇതിലേതെങ്കിലും. അപ്പോൾ ഈ 16 ഇഡിയോം നിങ്ങൾ നല്ലതുപോലെ പഠിക്കണം. ഇനി 8, 9, 10 ഒക്കെ പുസ്തകത്തിലേക്ക് പോകുമ്പോൾ, 8, 9, 7 ഒക്കെ പുസ്തകത്തിലേക്ക് പോകുമ്പോൾ നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ഇത് 10ാം ക്ലാസ്സിലെ പുസ്തകത്തിൽ നിന്ന് കിട്ടിയതാണ്. ഇത്രയും ഇഡിയംസ് നിങ്ങൾ മസ്റ്റായിട്ട് പഠിച്ചു വെക്കണം. കഥയൊന്നും പഠിക്കണ്ട, ജസ്റ്റ് ആ വേർഡ്സ് പഠിച്ച് പോവുക. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.